നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്കവർക്കും സുപരിചിതമായ ഒരു ജ്യൂസാണ്, പക്ഷേ നമ്മൾ ആരും ട്രൈ ചെയ്യാറില്ല. വാഴപ്പിണ്ടി വെച്ച് നല്ല ഹെൽത്തി ആയിട്ട് ഒരു ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വാഴപ്പിണ്ടിയുടെ ഏറ്റവും അകത്തെ ആ ട്യൂബ് പോലിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പുറത്തെ പോളകൾ മുഴുവൻ ഇതുപോലെ പൊളിച്ചു കളയണം. അപ്പം ഏറ്റവും അതിൻ്റെ നടുക്കായിട്ട് ഒരു ട്യൂബ് ലൈറ്റ് പോലെ ഒരു ഭാഗം കാണും. ഇതാണ് ആ സെൻട്രലായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ജ്യൂസിനായിട്ട് എടുക്കുന്നത്. ഇതിൽ നിറച്ചും ന്യൂട്രിയൻസ് ആണ്, ധാരാളം ഫൈബറും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളമെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിളക്കുക. കറയുടെ രുചി വരാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ചെറുതായിട്ട് ഈ വാഴപ്പിണ്ടി കഷ്ണങ്ങളാക്കുക. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഞാലിപ്പൂവൻ്റെയാണ്. ഇതിലധികം നാരില്ല, വളരെ കുറച്ച് നാര് മാത്രമേ ഉള്ളൂ. നാര് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. എന്നിട്ട് ഇത് അരിയുന്നതിനനുസരിച്ച് വെള്ളത്തിലേക്കിടുക. എന്നിട്ടൊരു മിക്സിയുടെ ജാറിൽ ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇതിന് നല്ല ഒരു കയ്പ്പാണ് എന്ന്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പിന് പകരം പഞ്ചസാര ചേർക്കേണ്ടവർക്ക് അത് ഓപ്ഷണലാണ്. ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഡയബറ്റീസ് കുറയ്ക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നതാണ് ഈ വാഴപ്പിണ്ടി ജ്യൂസ്. ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് വെയ്റ്റ് കുറയാനും സഹായിക്കുന്നതാണ്. പിന്നെ അസിഡിറ്റിയുടെ പ്രശ്നമുള്ളവർക്ക് അതും കുറയ്ക്കുന്നതാണ്. ധാരാളം വിറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഫൈബർ, കാൽസ്യം, പൊട്ടാസ്യം, അയൺ എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ശരീരത്തിനെ നന്നായിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്യുന്ന ഒരു ജ്യൂസാണ്. വളരെ ഹെൽത്തിയാണ്. ശരിക്കും നമ്മൾ കുടിക്കുകയാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്യുക്കുംബറും കൊണ്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന വെള്ളരിക്ക ജ്യൂസിൻ്റെ അതേ ഒരു ടേസ്റ്റാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഇതിന് ടേസ്റ്റ് എന്ന് പറയാനായിട്ടില്ല. കൊളസ്ട്രോളും യൂറിക് ആസിഡും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ജ്യൂസാണ് വാഴപ്പിണ്ടി ജ്യൂസ്. പക്ഷേ ഇത് വാഴപ്പിണ്ടി ജ്യൂസ് ഒരു മരുന്നിനെ റീപ്ലേസ് ചെയ്യുന്നതല്ല. അത് ഡോക്ടർമാരോട് ചോദിച്ചിട്ട് ചെയ്യുക. ഈ വളരെ ഹെൽത്തി ആയിട്ട് പെട്ടെന്നുണ്ടാക്കാവുന്ന ജ്യൂസ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വാഴപ്പിണ്ടി തോരൻ, കൂമ്പ് തോരൻ, ഇതിൻ്റെ എല്ലാം റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ചേർത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈനി തോമസ്. ഉടനെ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.